വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പാലിയോ ബോട്ടണി എന്ന് പറയുന്ന മൊഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനും ഉണ്ട്, അതേപോലെ മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അതിന്റെ ഓപ്ഷനിൽ വരുന്ന ആ ഓരോ ഓപ്ഷൻസും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻ കൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which fossil group is considered a connecting link between pteridophytes and gymnosperm? ഞാൻ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിലും അല്ലെങ്കിൽ ഫോസിൽ ജിംനോസ്പെം അതൊക്കെ പറയുന്ന സമയത്ത് ഒരു ഇവല്യൂഷൻ, പ്ലാന്റിന്റെ ഇവല്യൂഷൻ പറയുന്ന സമയത്ത് ടെറിഡോഫൈറ്റ്സിനെ ജിംനോസ്പെമിന്റെയും ഇടയിലായിട്ട് വരുന്ന ചില ഗ്രൂപ്പ്സിന്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ ആയിട്ടോ കൊടുത്തേക്കാം. ഇപ്പൊ ഇതിൽ ഏതാണ് ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെംസിന്റെ കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പറയുന്നത്? ടെറിഡോസ്പെംസ്, സൈക്കോഡോഫൈറ്റ്സ്, കോർഡേറ്റ് ടെയിൽസ്, ബെന്നറ്റ് ടെയിൽസ്. ആൻസർ എന്ന് പറയുന്നത് ടെറിഡോസ്പെംസ് ആണ്. ഈ ഒരു ടെറിഡോസ്പെംസ് എന്ന് പറയുമ്പോൾ ആദ്യം ടെറിഡോഫൈറ്റ്സിലായിരുന്നു ഇവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പക്ഷെ മോഡേൺ ക്യാരക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവ ജിംനോസ്പെംസിൽ ആണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവയ്ക്ക് ടെറിഡോഫൈറ്റ്സിന്റെയും ജിംനോസ്പെമിന്റെയും ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഒരു സീഡ് ബിയറിംഗ് ആയിട്ടുള്ള ഫേൺ ആണ്. ഓക്കെ, ഫേൺ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും, പക്ഷെ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെറിഡോസ്പെംസിന് എന്താ നമ്മൾ ഒരു ജിംനോസ്പെംസിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ, ടെറിഡോഫൈറ്റിൽ നിന്ന് ജിംനോസ്പെമിലോട്ടുള്ള ഒരു ട്രാൻസിഷണൽ ഇവല്യൂഷണറി ഗ്രൂപ്പ് ആയിട്ടാണ് കണക്കുകൂട്ടുന്നത്. Then second question, the term form genus is best applied to. Form genus എന്നുള്ള term എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്? whole plant fossil, reproductive organs only, fossil fragments classified separately, only gymnosperms. ആൻസർ എന്ന് പറയുന്നത് ഫോസിൽ ഫ്രാഗ്മെന്റ്സ് ക്ലാസിഫൈഡ് സെപ്പറേറ്റ്ലി ആണ്. അതായത് പാലിയോ ബോട്ടണിയിൽ നമ്മൾ ഒരു ഫോസിലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജനറയെ കുറിച്ച് പഠിക്കുന്നത് ആ ഒരു ജനറയുടെ തന്നെ ലീഫ് ചിലപ്പോൾ വേറൊരു സ്പീഷീസിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ കുറെ ഫോസിൽസിൽ നിന്ന് എന്താ റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഒരു ഹോൾ ആയിട്ടുള്ള ആ ഒരു ജനറ ഉണ്ടാക്കുന്നത് അല്ലെ. അതാണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പാർട്സ്, ചിലപ്പോൾ ലീഫ് വേറെ, സ്റ്റെം വേറെ, റൂട്ട് വേറെ, അവയൊക്കെ കൂടി ചേർത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടായിരിക്കും. അവ ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും ഓരോന്നിനും കൊടുക്കുന്നുണ്ടായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നായിരിക്കും ഒരു ജനറ ഉണ്ടാക്കുന്നത്. അതിനെയാണ് ഫോസിൽ ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഒരു ജനറയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോസിൽ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഫോം ജീനസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോം ജീനസ്. Then third question, the evolutionary significance of Bennett tails lies in. Bennett tails and evolutionary significance എന്താണ്? First, vascular tissue, seed origin, flower like a reproductive structure, secondary growth. അപ്പൊ ബെന്നറ്റ് ടെയിൽസിന്റെ ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്, ബെന്നറ്റ് ടെയിൽസും വില്യംസോണിയും ഒക്കെ വരുന്നത്. അപ്പൊ അവയുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലവർ ലൈക്ക് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ബെന്നറ്റ് ടെയിൽസിന്റെ ഇവല്യൂഷണറി ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ക്യാരക്ടർ ഒക്കെ ഫ്ലവേഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ്, ഫ്ലവർ പോലെയുള്ള സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഓൾഡസ്റ്റ് നോൺ വാസ്കുലാർ പ്ലാന്റ് എന്ന് പറയുന്നത് റൈനിയ, കുക്സോണിയ, സൈലോഫൈറ്റോൺ, ലെപ്പിഡോഡെൻഡ്രോൺ. അത് എന്ന് പറയുന്ന ആൻസർ എന്താണ്? കൺഫ്യൂഷൻ ആയി പോകരുത്. റൈനിയയും കുക്സോണിയും ഏകദേശം ഒരേ സമയത്താണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷെ ഏറ്റവും ആദ്യം ഉണ്ടായത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കുക്സോണിയ ആണ് എഴുതേണ്ടത് കേട്ടോ. കുക്സോണിയ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിലൂറിയൻ, ഏർലി ഡിവോണിയ ആ ഒരു പീരീഡിലാണ് കുക്സോണിയനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏർലിയസ്റ്റ് നോൺ വാസ്കുലാർ ലാൻഡ് പ്ലാന്റ്സ് വിത്ത് സിമ്പിൾ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്. ഓക്കെ, കുക്സോണിയ ആണ്. അതിനുശേഷം റൈനിയ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷമാണ് ബാക്കിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. 1937 ഈ ഒരു കുക്സോണിയ ഡിസ്കവർ ചെയ്തതെന്നും കൂടി പഠിച്ചു വെക്കുക. Then next, which fossil is associated with Glossopteris flora? അപ്പൊ ഞാൻ പറഞ്ഞു Glossopteris എന്ന് പറയുന്നത് ഫ്ലോറ അല്ലേ. ആ ഒരു ഫ്ലോറ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോം ജീനസ് അല്ലേ, അതായത് ഓരോ പാർട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് കൂട്ടിച്ചേർത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു Glossopteris എന്ന് പറയുന്ന ഫ്ലോറ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ ഒരു Glossopterisന്റെ ഫ്ലോറയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണ്? Glossopteris അത് ഉറപ്പാണ് അല്ലെ, അത് ഫിക്സ് ആണ്. അപ്പൊ നമ്മൾ കണ്ടാൽ വിചാരിക്കോ Glossopteris ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓപ്ഷൻ എ ആണ് മെജോറിറ്റി കേസിലും ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷെ ഓപ്ഷൻ എ അല്ല. ബി ഗംഗാമോപ്റ്റെറിസ്, സി വെർട്ടിബ്രേറിയ,
ദി ഓൾ ഓഫ് ദി എബോ. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോ ആണ്. അതായത് ഗ്ലോസോപ്റ്റെറിസ് ഫ്ലോറ എന്ന് പറയുമ്പോൾ അതിന്റെ ലീവ്സ് ഗ്ലോസോപ്റ്റെറിസ്, ദെൻ റൂട്ട് അത് വെർട്ടിബ്രേറി ആണ്, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റെം എന്ന് പറയുന്നത് ഗഗാമോറ്റോറിസ്. അങ്ങനെയുള്ള ഓരോ പാർട്ടും കൂട്ടിച്ചേർത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ്, ഈ ഒരു 3 പാർട്ടും കൂട്ടിച്ചേർത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഗ്ലോസോപ്റ്റെറിസ് ഫ്ലോറ ഉണ്ടാക്കിയിട്ടുള്ളത്. Next, which of the following support continental drift theory? നമ്മൾ continental drift theory പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഗോണ്ട്വാന ഐലൻഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് continental drift theory. അവയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? റൈനിയ ഡിസ്ട്രിബ്യൂഷൻ, ലെപ്പിഡോഡെൻഡ്രോൺ ഫോസിൽസിന്റെ കണ്ടെത്തല്, ഗ്ലോസോപ്റ്റെറിസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, സൈക്കസ് ഫോസിൽസ്. അപ്പൊ നമുക്കറിയാം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, കോണ്ടിനെന്റ്സ്, പാൻജിയ, പാന്തലാസ് അത് എന്താ സെപ്പറേറ്റ് ആയി. അപ്പൊ ഓരോ കോണ്ടിനെന്റിൽ നിന്നും സിമിലർ ആയിട്ടുള്ള പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് ഒന്ന് ഗോണ്ട്വാന ഐലൻഡ്, രണ്ടാമത്തത് ഗ്ലോസോപ്റ്റെറിസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇന്ത്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക എന്നീ 3 വൻകരകളിലും കോണ്ടിനെന്റ്സിലും ഈ ഒരു ഗ്ലോസോപ്റ്റെറിസിന്റെ ഫോസിൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ എവല്യൂഷൻ ആയിട്ട് എന്താ ഒരു തെളിവായിട്ട് കണക്കാക്കാം. The next question, the preservation of plant fossils in amber is called. ഞാൻ ഈ ഒരു പ്രിസർവേഷന്റെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പാലിയോബോട്ടണിയിൽ ആ ഒരു പോർഷൻ കൂടി ബാക്കിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് ടൈപ്സ് ഓഫ് ഫോസിലൈസേഷനും കുറെ ഫോസിൽസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് കട്ട് ഷോർട്ട് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ കട്ട് ഡെഫിനേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ചോദിച്ചേക്കുന്നത് ആംബർ എന്ന് പറയുന്ന ഒരു ആംബറിൽ പ്രിസർവ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഫോസിൽസിനെ എന്താണ് വിളിക്കുന്നത്? പല ടൈപ്പ് ഉണ്ട്. ആംബറിന്റെ ഉള്ളിൽ, ആ ഒരു പശയുടെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആംബറിലുള്ള പ്ലാന്റ് ഫോസിൽസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? കാർബണൈസേഷൻ, ഇംപ്രഷൻ, എൻട്രാപ്മെന്റ്, പെട്രിഫാക്ഷൻ. ഇവയിൽ ഏതായിരിക്കും? ആ ഒരു ട്രാപ്പ് ചെയ്ത് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും എൻട്രാപ്മെന്റ് ആണ് ആൻസർ. എൻട്രാപ്മെന്റ് ആണ് ആൻസർ. അപ്പൊ ബാക്കിയുള്ളത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർബണൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗാനിസം മണ്ണിന്റെ അടിയിലേക്ക് വെറി ചെയ്യുമ്പോൾ ഭയങ്കര ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ ഒക്കെ കൊണ്ട് അതിലുള്ള ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും ഒക്കെ സ്ക്യൂസ് ആയിട്ട് ചെയ്തിട്ട് പോയിട്ട് ഒരു തിൻ ഫിലിം, ഒരു ഡാർക്ക് ഫിലിം ഓഫ് കാർബൺ മാത്രം അവിടെ അവശേഷിക്കും. ആ ഒരു കേസിൽ അതിനെ കാർബണൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇംപ്രിന്റ്സ് ആണ്. ഓക്കെ, ഒരു ഷാലോ ആയിട്ടുള്ള ഇംപ്രിന്റ്സ് ആണ്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. എൻട്രാപ്മെന്റ് പറഞ്ഞു. പെട്രിഫാക്ഷന്റെ മറ്റൊരു പേരാണ് പെർമിനറലൈസേഷൻ, അതായത് കട്ടിയുള്ള സ്റ്റോൺ ആയിട്ട് മാറുക. ഒരു 3D ആയിട്ടുള്ള ഒരു റോക്ക് പോലെയുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു എന്താ മോർഫോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. എക്സ്റ്റേണൽ മോർഫോളജി ആണ് പെട്രിഫാക്ഷൻ വഴി മെയിൻറ്റെയിൻ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്നത്. Then next, the Devonian period is important for. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് ഇതിന്റെ കട്ട് ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. അതായത് പീരീഡ് ഓഫ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് പ്റ്റെറിഡോഫൈറ്റ് എവിടെയാണ്, ഡോമിനന്റ് ആയിട്ടുള്ള പീരീഡ് എവിടെയാണ്, ജിംനോസ്പേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് പീരീഡ് ആണ്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഇവിടെ ഡിവോണിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഏതിനാണ് ഇമ്പോർട്ടന്റ്? ആൻജിയോസ്പേമിന്റെ ഒറിജിൻ ആണോ, ലാൻഡ് പ്ലാന്റിന്റെ ഒറിജിൻ ആണോ, അല്ല ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് ആണോ, എക്സ്റ്റിങ്ഷൻ ഇവന്റ് ആണോ? ആൻസർ എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് വാസ്കുലർ പ്ലാന്റ്. വാസ്കുലർ പ്ലാന്റ് സിലൂറിയൻ പീരീഡിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ ഒറിജിനേറ്റ് ചെയ്ത വാസ്കുലർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്സിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ, പല വെറൈറ്റീസ് ഉണ്ടാകുന്നു. എന്നിട്ട് കാർബോണിഫറസ് പീരീഡിലാണ് അവ ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. The next, the fossil record is biased. Fossil record എന്ന് പറയുന്നത് biased ആണ്. കാരണം എന്താണ്? biased ആകാൻ കാരണം എന്താണ്? All organisms fossilize equally ആണോ? അല്ല. Soft bodies organism rarely fossilize അല്ലേ? അതായത് ആ ഒരു ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ പറയാം. സോഫ്റ്റ് ബോഡീസിന്റെ ഫോസിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ആ ഒരു സോഫ്റ്റ് ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളൊന്നും ഫോസിൽ റെക്കോർഡ് അല്ലെങ്കിൽ പാലിയോ ബോട്ടണി ബേസ് ചെയ്തിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. The next question, in paleobotany,
കംപ്രഷൻ ഫോഴ്സിൽ പ്രിസർവ്സ്. കംപ്രഷൻ ഫോഴ്സിൽ പ്രിസർവ് ചെയ്യുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ ഒരു കംപ്രസ് ചെയ്തിട്ടുള്ള ഫോഴ്സിലാണ്. 3D സ്ട്രക്ചർ ആണ്. ഓൺലി ക്യൂട്ടിക്കിൾ ആൻഡ് ഔട്ട്ലൈൻ DNA മിനറലൈസ്ഡ് ടിഷ്യൂ. മിനറലൈസേഷൻ എന്ന് പറയുന്നത് പെട്രിഫാക്ഷൻ ആണ് അല്ലെ. 3D സ്ട്രക്ചർ ആണ്, അവിടെ കംപ്രഷൻ ആണ്, അപ്പൊ ഒരിക്കലും 3D സ്ട്രക്ചർ ഉണ്ടാവില്ല. DNA ആണോ? അല്ല. ആൻസർ എന്ന് പറയുന്നത് ഓൺലി ക്യൂട്ടിക്കിൾ ആൻഡ് ഔട്ട്ലൈൻ ആണ്. സോ ഈ ഒരു ഫോഴ്സിൽ ടൈപ്പ് ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് HSST ആയിക്കോട്ടെ, CSIR ആയിക്കോട്ടെ, ഏത് ആ ഒരു ബോട്ടണി ഏരിയാസ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. The next question, pyrite fossilization is an example of, answer already ഇവിടെ ഉണ്ട്. Example of എന്താണ്? റീപ്ലേസ്മെന്റ് ആണ്. കംപ്രഷൻ നമ്മൾ പറഞ്ഞു, ഇംപ്രഷൻ പറഞ്ഞു, പെർമിനലൈസേഷൻ പറഞ്ഞു, റീപ്ലേസ്മെന്റ് ആണ്. അതായത് പൈറൈറ്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി പെർമിനലൈസേഷന്റെ ഒരു തിയറി തന്നെയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറയുന്നത് അതായത് ഓൾറെഡി ഒരു ലിവിങ് ഒരു ഓർഗാനിസം ഡെഡ് ആയി, അവയുടെ ലിവിങ് ആയിട്ടുള്ള മെറ്റേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട്, അതായത് ഒറിജിനൽ മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വേറെ ഏതെങ്കിലും മിനറൽസ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് പെർമിനറലൈസേഷൻ. അപ്പൊ റീപ്ലേസ്മെന്റ് ഇവിടെ പൈറൈറ്റ് ആണ് റീപ്ലേസ് ചെയ്യുന്നത്. FeS2 റീപ്ലേസ് ചെയ്യുന്നു ആ ഒരു ഒറിജിനൽ മെറ്റീരിയലിനെ. ഓക്കെ, അപ്പൊ ആൻസർ റീപ്ലേസ്മെന്റ് ആണ്. The next, which period is known as age of cycads? നിങ്ങൾക്ക് വേണമെങ്കിൽ age of cycads എന്ന് നോക്കാം, അല്ലെങ്കിൽ age of gymnosperms എന്നും ചോദിക്കാം. അപ്പൊ ആൻസർ ഏതാണ്? പാലിയോസോയിക്, പെർമിയൻ, മീസോസോയിക്, സീനോസോയിക്. ആൻസർ മീസോസോയിക് ആണ് അല്ലെ. ആ ഒരു മീസോസോയിക് എറയിൽ ഉള്ള ആ ഒരു പീരീഡിലാണ് സൈക്കഡ്സ്, ബെന്നറ്റെയിൽസ് അങ്ങനെയുള്ള കോണിഫേഴ്സ് ഒക്കെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജുറാസിക്, ട്രയാസിക്, ജുറാസിക്, ക്രെട്ടേഷ്യസ്, ആ ഒരു 3 പീരീഡിലും ജിംനോസ്പെർംസ് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ PYQ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സെറ്റ്, നെറ്റ്, HSST, CSIR പോലെയുള്ള എല്ലാ ക്ലാസ്സസിനും ഉപകാരപ്പെടുന്ന ഒരു PYQ ആൻഡ് മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.